വെൽക്കം ടു ജാസ് നെറ്റ്വർക്ക്. അപ്പോൾ നമ്മൾ ഇതുവരെ RH വിറ്റാക്കറുടെ 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ ആയിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത് അല്ലേ. കഴിഞ്ഞ ക്ലാസ്സിൽ കിങ്ഡം മൊണേറയെ കുറിച്ച് നമ്മൾ പഠിച്ചു. ഇന്ന് ഞാൻ പഠിപ്പിക്കാൻ പോകുന്നത് കിങ്ഡം പ്രോട്ടിസ്റ്റയെ കുറിച്ചാണ്. കിങ്ഡം പ്രോട്ടിസ്റ്റയിൽ ഏത് ടൈപ്പ് ഓർഗാനിസമാണ് ഉൾപ്പെട്ടിരിക്കുന്നത്? യൂക്കാരിയോട്ടിക് യൂണിസെല്ലുലാർ ഓർഗാനിസംസ്. ഇപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ, നമ്മളതൊക്കെ പഠിച്ചു കഴിഞ്ഞതാണ്. അപ്പോൾ കിങ്ഡം പ്രോട്ടിസ്റ്റ ഇൻക്ലൂഡ് യൂക്കാരിയോട്ടിക് യൂണിസെല്ലുലാർ ഓർഗാനിസംസ്. ഇനി അതിന്റെ പ്രത്യേകതകൾ എന്തെല്ലാമാണ്? ദേ ആർ അക്വാട്ടിക്. മോസ്റ്റ് ഓഫ് ദം ആർ അക്വാട്ടിക്. അക്വാട്ടിക് എന്ന് പറയുന്നത് വെള്ളത്തിലാണ് വളരുന്നത്. അപ്പോൾ മോസ്റ്റ്ലി അക്വാട്ടിക്. And some of them possess locomotory organs like cilia, flagella, etc. Locomotory organs. ലോക്കോമോട്ടറി ഓർഗൻസ് എന്ന് പറയുന്നത് മോഷന് സഹായിക്കുന്ന, അതായത് മൂവ്മെന്റിന് സഹായിക്കുന്ന അവയവങ്ങൾ. അപ്പോൾ എല്ലാത്തിലും ഇല്ല, ചിലതിലൊക്കെ മൂവ്മെന്റിന് സഹായിക്കാനായിട്ട് അതിന് ഫ്ലജല്ല അല്ലെങ്കിൽ സീലിയ എന്ന് പറയുന്ന സ്ട്രക്ചേഴ്സ് ഉണ്ടായിരിക്കും. സെൽ വോൾ ഈസ് പ്രസന്റ് ഓർ ആബ്സെന്റ്. സം മേ possess cell wall and others they do not possess cell wall. If cell wall is present, that cell wall is made up of cellulose. Cell wall ചിലതിനുണ്ടായിരിക്കും, ചിലതിനുണ്ടായിരിക്കത്തില്ല. സെൽ വോൾ ഉണ്ടെങ്കിൽ അത് ഉണ്ടാക്കിയിരിക്കുന്നത് സെല്ലുലോസ് കൊണ്ടാണ്. അപ്പൊ സെല്ലുലോസ് കൊണ്ടുള്ള ഒരു സെൽ വോൾ എല്ലാത്തിലും ഇല്ല. ചിലതിനൊക്കെ സെൽ വോൾ ഉണ്ടായിരിക്കും, ചിലതിന് സെൽ വോൾ ഉണ്ടായിരിക്കില്ല. കിങ്ഡം പ്രോട്ടിസ്റ്റയില് 3 ടൈപ്പ് ന്യൂട്രീഷനും കാണാൻ കഴിയും. ഓട്ടോട്രോഫിക്, ഹെറ്ററോട്രോഫിക് ആൻഡ് ഹോളോസോയിക്. ഓട്ടോട്രോഫിക് എന്ന് പറയുന്നത് ദേ പ്രിപ്പയർ ദെയർ ഓൺ ഫുഡ്. സ്വന്തമായിട്ട് ഫോട്ടോസിന്തസിസ് വഴി അത് ആഹാരം ഉണ്ടാക്കുന്നു. അതിനെ ഫോട്ടോസിന്തറ്റിക് ഓർഗാനിസം എന്ന് പറയും. ഇനി heterotrophic, they depend on others. They absorb food from other organisms. മറ്റുള്ളവയിൽ നിന്ന് ആഹാരം അബ്സോർബ് ചെയ്യുന്നു. അതാണ് ഹെറ്ററോട്രോഫിക് ഓർഗാനിസം. ഇനി മൂന്നാമത്തത് എന്താണ്? ഹോളോസോയിക് ഓർഗാനിസം. അത് ആഹാരം സ്വാളോ ചെയ്യുന്നു ത്രൂ ദ മൗത്ത്. മൗത്തിലൂടെ ആഹാരം സ്വാളോ ചെയ്യുന്നതാണ് ഹോളോസോയിക് ഓർഗാനിസം എന്ന് പറയുന്നത്. ഈ 3 ടൈപ്പ് ഓർഗാനിസവും ഈ കിങ്ഡം പ്രോട്ടിസ്റ്റയില് നമുക്ക് കാണാൻ കഴിയും. ഈ ഗ്രൂപ്പിൽ വരുന്ന മെമ്പേഴ്സിന്റെ പൊതുവായിട്ടുള്ള ക്യാരക്ടേഴ്സ് ആണ് ഇപ്പൊ ഞാൻ പറഞ്ഞു കഴിഞ്ഞത്. ഇനി ഇതിന്റെ ക്ലാസിഫിക്കേഷൻ. കിങ്ഡം പ്രോട്ടിസ്റ്റ ഈസ് ക്ലാസിഫൈഡ് ഇൻടു 5 ഗ്രൂപ്പ്സ്: റൈസോഫൈറ്റ്സ്, ഡൈനോഫ്ലജെല്ലേറ്റ്സ്, യൂഗ്ലിനോയിഡ്സ്, സ്ലൈം മോൾഡ്സ് ആൻഡ് പ്രോട്ടോസോവൻസ്. 5 ഗ്രൂപ്പായിട്ട് കിങ്ഡം പ്രോട്ടിസ്റ്റയെ ക്ലാസിഫൈ ചെയ്തു. എന്തൊക്കെയാണ്? ക്രൈസോഫൈറ്റ്സ്, dinoflagellates, euglenoids, slime molds and protozoans. ഈ ടേംസ് ഒക്കെ നിങ്ങൾ എഴുതി പഠിക്കണം കേട്ടോ. ഒരുപാട് ടേംസ് ഇനി നമുക്ക് വരും. അപ്പൊ ഈ പേരുകളെല്ലാം നിങ്ങൾ എഴുതി സ്പെല്ലിംഗ് ഒക്കെ ശരിക്ക് കാണാതെ പഠിക്കണം. അപ്പോൾ ഏതൊക്കെയായിരുന്നു 5 ഗ്രൂപ്പായിട്ട് തിരിച്ചത്? ക്രൈസോഫൈറ്റ്സ്, ഡൈനോഫ്ലജെല്ലേറ്റ്, യൂഗ്ലിനോയിഡ്സ്, സ്ലൈം മോൾഡ്സ് ആൻഡ് പ്രോട്ടോസോവൻസ്. മനസ്സിലായല്ലോ? ഇനി നമുക്ക് ക്രൈസോഫൈറ്റ്സിനെ കുറിച്ച് പഠിക്കാം. ദേ ലിവ് ഇൻ ഫ്രഷ് വാട്ടർ ഓർ മറൈൻ ഹാബിറ്റാറ്റ്. അതായത് ഫ്രഷ് വാട്ടർ ശുദ്ധജലത്തിലും ജീവിക്കുന്നു, അതുപോലെ മറൈൻ വാട്ടർ എന്ന് പറഞ്ഞാൽ കടൽ ജലത്തിലും കാണപ്പെടുന്നു. രണ്ടിലും ഒരേപോലെ കാണപ്പെടുന്നു. ആൻഡ് ദേ ആർ മൈക്രോസ്കോപ്പിക്. മൈക്രോസ്കോപ്പ് കൊണ്ട് മാത്രമേ കാണാൻ പറ്റുള്ളൂ, അത്രക്ക് ചെറുതാണ്. അതുപോലെ ദേ ഫ്ലോട്ട് ഫ്രീലി. അതിന് സ്വന്തമായിട്ട് അതിന് മൂവ് ചെയ്യാനുള്ള കഴിവില്ല. ദേ ഫ്ലോട്ട് ഫ്രീലി ഇൻ വാട്ടർ കറന്റ്. ആ വാട്ടർ ഫ്ലോ ചെയ്യുന്നതിനോടൊപ്പം അത് മൂവ് ചെയ്യുന്നു, അല്ലാതെ അതിന് സ്വന്തമായിട്ട് മൂവ് ചെയ്യാനുള്ള കഴിവില്ല. ദേ ആർ ഫോട്ടോസിന്തറ്റിക്. സ്വന്തമായിട്ട് ആഹാരം പാകം ചെയ്യുന്നു, ഫോട്ടോസിന്തസിസ് നടത്തുന്നു. ഫോട്ടോസിന്തസിസ് നടക്കുന്നതിന് കാരണം എന്താണ്? അതില് ക്ലോറോഫിൽ ഉണ്ട്. പ്ലാന്റ്സിലുള്ളതുപോലെ ക്ലോറോഫിൽ ഇതിനകത്തും ഉണ്ട്. അതുകൊണ്ട് ദേ ആർ ഫോട്ടോസിന്തറ്റിക്. ക്രൈസോഫൈറ്റിന് 2 എക്സാമ്പിൾ: ഡയറ്റംസ് ആൻഡ് ഡെസ്മിഡ്സ്. ഡെസ്മിഡ്സിന് വേറൊരു പേര് കൂടി പറയും, ഗോൾഡൻ ആൽഗേ. ഡയറ്റംസ് എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. ഡെസ്മിഡ്സിനെ കുറിച്ച് നമുക്ക് പഠിക്കാനില്ല. അപ്പോൾ ഡയറ്റംസ് എന്ന് പറയുന്നത് ദേ ആർ ദ ചീഫ് പ്രൊഡ്യൂസേഴ്സ് ഇൻ ദ ഓഷ്യൻ. ഓഷ്യനിലെ അല്ലെങ്കിൽ സമുദ്രത്തിലെ ചീഫ് പ്രൊഡ്യൂസേഴ്സ് എന്ന് പറയുന്നത് ദേ പ്രൊഡ്യൂസ് ഫുഡ്. അത് ഫോട്ടോസിന്തസിസ് വഴി ഫുഡ് ഉണ്ടാക്കുന്നു. അപ്പോൾ അവരാണ് ഓഷ്യനിൽ ഉണ്ടാകുന്ന മെയിനായിട്ടുള്ള ഫുഡ് മുഴുവൻ ഉണ്ടാക്കുന്നത്.
ഡയാറ്റംസ് ആണ്. അതുകൊണ്ടാണ് ചീഫ് പ്രൊഡ്യൂസേഴ്സ് എന്ന് പറയുന്നത്. ഇനി അതിന് സെൽ വോൾ ഉണ്ട്, സെല്ലുലോസ് കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള ഒരു സെൽ വോൾ അതിനുണ്ട്. അതിന്റെ സെൽ വോളിന്റെ പ്രത്യേകത, ദ സെൽ വോൾ ഫോംസ് ടു ഓവർലാപ്പിംഗ് ഷെൽസ്. ഓവർലാപ്പിംഗ് ഷെൽസ് എന്ന് പറഞ്ഞാൽ ഒന്നിന്റെ പുറത്ത് മറ്റത് ഓവർലാപ്പ് ചെയ്ത് നിൽക്കുന്നു, അതിനെ ഇങ്ങനെ കവിഞ്ഞു നിൽക്കുന്നത് പോലെ ഉള്ള ഒരു ഷെല്ലായിരിക്കും. 2 ഷെല്ലാണ് അതിനുള്ളത്. അപ്പൊ സെൽ വോൾ ഫോംസ് ടു ഓവർലാപ്പിംഗ് ഷെൽസ് ദാറ്റ് ഫിറ്റ് ടുഗദർ ആസ് സോപ്പ് ബോക്സ്. നമ്മുടെ സോപ്പ് ഇട്ട് വെക്കുന്ന സോപ്പ് പെട്ടിയില്ലേ, സോപ്പ് പെട്ടി, ആ സോപ്പ് പെട്ടിയിലെ പോലെ. സോപ്പ് പെട്ടിയിൽ എങ്ങനെയാണ്, ഒരു താഴത്തൊരു ബോക്സ് ഉണ്ട്, അതിൽ നമ്മൾ സോപ്പ് ഇട്ട് വെക്കുന്നു, അതിനുശേഷം ഒരു മൂടി, അതിനൊരു കവർ ഉണ്ടല്ലേ, ആ മൂടി കൊണ്ട് നമ്മളിങ്ങനെ അടച്ചു വെക്കും. അതുപോലെയാണ് ഇതിന്റെ ഷെല്ലിരിക്കുന്നത്. താഴത്തൊരു ഷെല്ല്, ഒരു ഭാഗമുണ്ട്, മറ്റേ മുകളിലുള്ള ഭാഗം അതിനെ കവർ ചെയ്ത് ഇങ്ങനെ ഇരിക്കുന്നു. അതാണ് ഓവർലാപ്പിംഗ് എന്ന് പറയുന്നത്. അതിനെ ഓവർലാപ്പ് ചെയ്തിരിക്കുന്നു. അങ്ങനെ 2 ഷെല്ലായിട്ടാണ് അതിരിക്കുന്നത്. മനസ്സിലായോ? ഇനി this cell wall is embedded with silica. പുറത്ത് സിലിക്ക ഡെപ്പോസിറ്റ് ഉണ്ട്. Because of the presence of this silica, this cell wall is indestructible. ഇൻഡിസ്ട്രക്റ്റിബിൾ. ഇൻഡിസ്ട്രക്റ്റിബിൾ എന്ന് പറഞ്ഞാൽ നശിച്ചു പോവാത്തത്, നശിപ്പിക്കാൻ പറ്റാത്തത്. അപ്പോൾ ഈ സിലിക്ക ഡെപ്പോസിറ്റ് ഉള്ളത് കൊണ്ട് ഈ സെൽ വോള് ഒരിക്കലും നശിച്ചു പോകുന്നില്ല. ഒരിക്കലും നശിച്ചു പോകുന്നില്ല എന്ന് പറഞ്ഞാൽ ഈ സെല്ല് നശിച്ചാലും സെൽ വോൾ നശിക്കുന്നില്ല. സെല്ല് നശിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? സെല്ലിനകത്ത് സൈറ്റോപ്ലാസം, ന്യൂക്ലിയസ്, ഇതൊക്കെ സെല്ലിനകത്തുണ്ടല്ലേ. അപ്പോൾ ആ സൈറ്റോപ്ലാസം, ന്യൂക്ലിയസ് ഇതൊക്കെ നശിച്ചു പോയാലും സെൽ വോൾ നശിക്കുന്നില്ല. അപ്പൊ എവിടെയാണോ ഇത് കാണുന്നത്, എവിടെയാണോ ഇതിന്റെ ഹാബിറ്റേറ്റ്, അവിടെ ഇതിങ്ങനെ ഒരുപാടെണ്ണം അവിടെ ഡെപ്പോസിറ്റ് ചെയ്യുന്നു, ഇങ്ങനെ അടിഞ്ഞു കൂടുന്നു. അപ്പോൾ ഡയാറ്റംസ് ഹാവ് ലെഫ്റ്റ് ബിഹൈൻഡ് large number of cell wall deposits in their habitat. This is known as diatomaceous earth. അപ്പോൾ എന്താണ് diatomaceous earth എന്ന് പറഞ്ഞാൽ എന്താണ്? Diatoms have left behind large number of cell wall deposits in their habitat. അതിന്റെ ഹാബിറ്റാറ്റിൽ വളരെ അധികം സെൽ വോൾ അത് ഡെപ്പോസിറ്റ് ചെയ്യുന്നു. അത് നശിച്ചു പോയാലും അതിന്റെ സെൽ വോൾ നശിക്കാതെ അവിടെ ഡെപ്പോസിറ്റ് ചെയ്യപ്പെടുന്നു. അപ്പോൾ അതിന്റെ ഹാബിറ്റാറ്റിൽ ആ ഡെപ്പോസിറ്റ് ചെയ്തിരിക്കുന്ന ആ സെൽ വോളിന്റെ കൂട്ടത്തിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഡയാറ്റോമീഷ്യസ് എർത്ത് എന്ന് പറയുന്നത്. അത് പോളിഷിങ്ങിനും ഓയിൽ ഫിൽട്രേഷനും ഒക്കെ ഉപയോഗിക്കുന്നു. They are used for oil filtration and polishing. അപ്പോൾ ഡയാറ്റംസും ഡെസ്മിഡ്സും ആണ് ഇതിനകത്തുള്ളത്. നമുക്ക് പഠിക്കാനുള്ളത് ഡയാറ്റംസിനെ കുറിച്ച് മാത്രമാണ്. കിങ്ഡം പ്രോട്ടിസ്റ്റയില് അടുത്തതായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് ഏതാണ്? ഡൈനോഫ്ലജല്ലേറ്റ്സ്. ഡൈനോഫ്ലജല്ലേറ്റ്സ്. ഫ്ലജല്ല ഞാനിപ്പോ തന്നെ പറഞ്ഞു കഴിഞ്ഞതല്ലേ ഉള്ളൂ. എന്താ ഫ്ലജല്ല? ദേ ആർ ലോക്കോമോട്ടറി ഓർഗൻസ്. മൂവ്മെന്റിന് സഹായിക്കുന്നതാണ് ഫ്ലജല്ല എന്ന് പറയുന്നത്. ഒരു ലോങ് ത്രെഡ് പോലെ ഇരിക്കുന്നതാണ്, നീളം കൂടിയതാണ് ഫ്ലജല്ല എന്ന് പറയുന്നത്. അതിന്റെ എണ്ണം 1, 2 ഒക്കെ സാധാരണ ഒരു സെല്ലിൽ ഉണ്ടാകാറുള്ളൂ. ഇനി ഡൈനോഫ്ലജല്ലേറ്റ്സ്, അതിന്റെ പേരിൽ തന്നെയുണ്ട്. ഫ്ലജല്ലേറ്റ്സ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം അതില് ഫ്ലജല്ല ഉണ്ടെന്ന്. ഇനി ഡൈനോഫ്ലജല്ലേറ്റ്, ഡൈ മീൻസ് 2. ഡൈ എന്ന് പറയുന്നത് 2നെ കുറിക്കാനാണ്. അപ്പൊ ഡൈനോഫ്ലജല്ലേറ്റ്സ് എന്ന് പറഞ്ഞാൽ അതിന് 2 ഫ്ലജല്ലയുണ്ട് എന്നാണ് അർത്ഥം. They are microscopic. മൈക്രോസ്കോപ്പ് കൊണ്ടേ കാണാൻ പറ്റുള്ളൂ, അത്ര ചെറുതാണ്. ആൻഡ് they are completely marine. നമ്മൾ ക്രൈസോഫൈറ്റ് പഠിച്ചപ്പോൾ അത് കുറച്ച് മറൈനും കുറച്ച് ഫ്രഷ് വാട്ടറുമായിരുന്നു. പക്ഷേ ഇതിനകത്ത് ഇത് കംപ്ലീറ്റ്ലി മറൈൻ. മനസ്സിലായോ? ഇനി they are photosynthetic. ഫോട്ടോസിന്തറ്റിക് ആണ്. അത് സ്വന്തമായിട്ട് ആഹാരം ഉണ്ടാക്കുന്നു. ഇപ്പോൾ ഫോട്ടോസിന്തറ്റിക് ആകണമെങ്കിൽ എന്ത് വേണം? അതിനകത്ത് ക്ലോറോഫിൽ വേണം അല്ലെ. അപ്പൊ ക്ലോറോഫിൽ അതിനകത്ത് പ്രസന്റ് ആണ്. ക്ലോറോഫിൽ എന്ന് പറയുന്നത് എന്ത് പിഗ്മെന്റ് ആണ്? ഗ്രീൻ കളറുള്ള പിഗ്മെന്റ് ആണ് ക്ലോറോഫിൽ എന്ന് പറയുന്നത്. ആ ഗ്രീൻ പിഗ്മെന്റിനാണ് ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്ന പ്രോസസ് നടത്താനുള്ള കഴിവുള്ളൂ. അപ്പൊ ഡൈനോഫ്ലജല്ലേറ്റ് ഫോട്ടോസിന്തറ്റിക് എന്ന് പറയുന്നു. അപ്പൊ അതിനകത്ത് ക്ലോറോഫിൽ പ്രസന്റ് ആണ്. ബട്ട് അതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അതിന് ഒരുപാട് അതർ പിഗ്മെന്റ്സ് അതിനകത്തുണ്ട്. They appear yellow, green, blue, brown, red,
ഇങ്ങനെ ഡിഫറെൻറ്റ് കളേഴ്സിലാണ് അത് കാണപ്പെടുന്നത്. അപ്പോൾ ക്ലോറോഫിൽ എന്ന് പറയുന്ന ഗ്രീൻ കളർ കൊടുക്കുന്ന പിഗ്മെന്റ് അതിനകത്തുണ്ട്. ബട്ട് ദേ അപ്പിയർ ആസ് റെഡ്, ബ്ലൂ, അതർ കളറിൽ അപ്പിയർ ചെയ്യുന്നു. ബിക്കോസ് എന്തുകൊണ്ടാണ്? അതിനകത്തുള്ള പിഗ്മെന്റിന്റെ ആധിക്യം, ഏത് പിഗ്മെന്റ് ആണോ അതിനകത്ത് കൂടുതലുള്ളത് ആ കളറിലായിരിക്കും അത് കാണപ്പെടുന്നത്. ഇപ്പോൾ ബ്ലൂ പിഗ്മെന്റ് ആണ് അതിൽ കൂടുതലെങ്കിൽ, ക്ലോറോഫിലിനേക്കാൾ കൂടുതൽ ബ്ലൂ പിഗ്മെന്റ് ആണെങ്കിൽ അത് ബ്ലൂ കളറിലായിരിക്കും കാണപ്പെടുന്നത്. അതുപോലെ യെല്ലോ കളറുള്ള പിഗ്മെന്റ് ആണ് അതിൽ കൂടുതലെങ്കിൽ അത് യെല്ലോയിലായിട്ട് കാണപ്പെടും. റെഡ് കളറുള്ള പിഗ്മെന്റ് ആണ് കൂടുതലെങ്കിൽ അത് റെഡ് ആയിട്ട് കാണപ്പെടും. അപ്പോൾ they appear as on different colors depending on the major pigments present in them. ഏതാണോ അതിനകത്ത് മേജർ ആയിട്ടുള്ള പിഗ്മെന്റ്, ആ പിഗ്മെന്റിന്റെ കളറിലായിരിക്കും അത് കാണപ്പെടുന്നത്. ഇനി അതിന്റെ സെൽ വോൾ. ദ സെൽ വോൾ ഹാസ് 2 stiff cellulose plate. 2 സെല്ലുലോസ് പ്ലേറ്റ് ഓൺ ഇറ്റ്സ് ഔട്ടർ സർഫസ്. അത് ഡൈനോഫ്ലജല്ലേ സാധാരണ ഇരിക്കുന്നത് ഇങ്ങനെ ഒരു ഷേപ്പിലാണ് ഡൈനോഫ്ലജല്ലേറ്റ്സിനെ കാണുന്നത്. അപ്പോൾ ഈ ഡൈനോഫ്ലജല്ലേറ്റില് 2 സ്റ്റിഫ് പ്ലേറ്റ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഇതാണ് ഒരു പ്ലേറ്റ്, ഇത് വേറൊരു പ്ലേറ്റ്. 2 പ്ലേറ്റ് ഇങ്ങനെ ചേർത്ത് വെച്ചാൽ എങ്ങനെ ഇരിക്കും? നമ്മൾ കുങ്കുമൊക്കെ ഇട്ട് വെക്കുന്ന ചെപ്പ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ. അപ്പൊ അതിന്റെ ആ മൂടിയും ഇതും കൂടി ഇരിക്കുന്നത്, അതിന്റെ നടുക്ക് ഒരു ഗ്രൂ പോലെ ഉണ്ടാകും. നടുഭാഗം ഇത്തിരി കുഴിഞ്ഞിരിക്കും, അതിനാണ് അഗ്രൂ എന്ന് പറയുന്നത്. അപ്പോൾ അതുപോലെ 2 സ്റ്റിഫായിട്ടുള്ള സെല്ലുലോസ് പ്ലേറ്റ് അതിനുണ്ടായിരിക്കും. ഇനി 2 ഫ്ലജല്ല ഉണ്ടെന്ന് പറഞ്ഞു. ആ 2 ഫ്ലജല്ലയില് ഒന്ന് ഇവിടെ ട്രാൻസ്വേഴ്സ് ആയിട്ട് ഇതിനെ ചുറ്റി ഈ ഗ്രൂവിനകത്ത് കാണുന്നു. ഇതിനെ കംപ്ലീറ്റ് ആയിട്ട് ചുറ്റി ഇങ്ങനെ ആ ഗ്രൂവിനകത്തായിരിക്കും ഒരു ഫ്ലജല്ല ഉള്ളത്. ഒരു ഫ്ലജല്ല ലോഞ്ചിറ്റ്യൂഡിനലായിട്ട് ഇങ്ങനെ കാണുന്നു. അപ്പോൾ 2 ഫ്ലജല്ലയാണുള്ളത്. ഒന്ന് ലോഞ്ചിറ്റ്യൂഡിനലും ഒന്ന് ട്രാൻസ്വേഴ്സ് ആയിട്ട് ഇരിക്കുന്നു. അതുകൊണ്ടാണ് അതിനെ ഡൈനോഫ്ലജല്ലേറ്റ്സ് എന്ന് പറയുന്നത്. ഇതിന് എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പഠിക്കാനുള്ളത് ഒരു റെഡ് കളറുള്ള ഡൈനോഫ്ലജല്ലേറ്റ് ആണ്. റെഡ് ഡൈനോഫ്ലജല്ലേറ്റ് ഗോണിയോളാക്സ്. സ്പെല്ലിംഗ് ഒക്കെ പഠിക്കണം കേട്ടോ. ഗോണിയോളാക്സ് എന്ന് പറയുന്ന ഒരു റെഡ് ഡൈനോഫ്ലജല്ലേറ്റ്, അതാണ് നമുക്ക് എക്സാമ്പിൾ ആയിട്ട് പഠിക്കാനുള്ളത്. ഈ ഗോണിയോളാക്സിന്റെ പ്രത്യേകത, ദേ മൾട്ടിപ്ലൈ റാപ്പിഡ്ലി. പെട്ടെന്ന് അത് മൾട്ടിപ്ലൈ ചെയ്ത് അത് ഒരു ഏരിയ മുഴുവൻ അങ്ങോട്ട് നിറയുന്നു. അങ്ങനെ ആ ഏരിയ മുഴുവൻ ആയി കഴിയുമ്പോൾ അത് കാണുന്ന ആ ഭാഗം ചുവപ്പ് കളറിൽ കാണുന്നു. അതിന് റെഡ് കളറാണല്ലോ. അപ്പോൾ ആ റീജിയൻ മുഴുവൻ അത് റെഡ് ആയിട്ട് വരുന്നു. അപ്പോൾ അതിന്റെ തിരമാലകളൊക്കെയോ അതും റെഡ് കളറിലിരിക്കും. അപ്പൊ അതിനെ നമ്മൾ റെഡ് ടൈഡ് എന്നാണ് പറയുന്നത്. റെഡ് ടൈഡ്. അപ്പോൾ the red dinoflagellate goniolacs multiply rapidly and make the sea appear red in color. ആ സീ എങ്ങനെ റെഡ് കളറായിട്ട് കാണപ്പെടുന്നു. ദാറ്റ് ഈസ് നോൺ ഏസ് റെഡ് ടൈഡ്. അപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, റെഡ് ടൈഡ് ഈസ് ഡ്യൂ ടു. എന്തുകൊണ്ടാണ് റെഡ് ടൈഡ് ഉണ്ടാകുന്നത്? ഇറ്റ്സ് ഡ്യൂ ടു ദി ഡൈനോഫ്ലജല്ലേറ്റ് ഗോണിയോളാക്സ്. ഗോണിയോളാക്സ് എന്ന് തന്നെ ആൻസർ എഴുതണം. വെറുതെ ഡൈനോഫ്ലജല്ലേറ്റ് എന്ന് എഴുതിയാൽ പോരാ. റെഡ് ടൈഡ് ഈസ് ഡ്യൂ ടു ഗോണിയോളാക്സ്. മനസ്സിലായല്ലോ? The toxins released by red dinoflagellate goniolacs results in the death of the large number of marine organisms like fishes. They produce a toxic substances. അതൊരു ടോക്സിൻ പുറപ്പെടുവിക്കുന്നു. എന്താണ് ടോക്സിൻ എന്ന് പറയുന്നത്? വിഷാംശം ഉള്ള ഒരു സ്രവം അത് പുറപ്പെടുവിക്കുന്നു. They are harmful to the aquatic organisms like fishes. It results in the death of the aquatic organisms. അപ്പോൾ ഇത്രയുമാണ് ഡൈനോഫ്ലജല്ലേറ്റ്സിൽ നമുക്ക് പഠിക്കാനുള്ളത്. കിങ്ഡം പ്രോട്ടിസ്റ്റയില് അടുത്ത ഗ്രൂപ്പ് എന്ന് പറയുന്നത് യൂഗ്ലിനോയിഡ്സ്. അപ്പോൾ യൂഗ്ലിനോയിഡ്സിൽ എക്സാമ്പിൾ വരുന്നത് യൂഗ്ലീന. ഇനി യൂഗ്ലിനോയിഡ്സിന്റെ പ്രത്യേകതകൾ എന്തെല്ലാമാണ്? മെജോറിറ്റി ഓഫ് ദം ആർ ഇൻ ഫ്രഷ് വാട്ടർ ആൻഡ് ദേ ആർ ഫൗണ്ട് ഇൻ സ്റ്റാഗ്നന്റ് വാട്ടർ. സ്റ്റാഗ്നന്റ് വാട്ടർ എന്ന് പറയുന്നത് ഇങ്ങനെ നിശ്ചലമായിട്ടിരിക്കുന്ന ജലം. മറ്റേ കടൽ ജലമൊക്കെ എപ്പോഴും ഇളകിക്കൊണ്ടല്ലേ ഇരിക്കുന്നത്, അങ്ങനെയല്ല, നിശ്ചലമായിട്ടിരിക്കുന്ന സ്റ്റാഗ്നന്റ് ആയിരിക്കുന്ന ജലാശയങ്ങളിലാണ് ഇത് കാണപ്പെടുന്നത്. They do not have cell wall ഇല്ല. യൂഗ്ലീനയുടെ പ്രത്യേകതയാണ് അതിന് സെൽ വോൾ ഇല്ല.
ബട്ട് ദേ ഹാവ് എ പ്രോട്ടീൻ റിച്ച് ലെയർ കോൾഡ് പെലിക്കിൾ. അതിൻ്റെ ശരീരത്തിൽ അതിന് സെൽ വോൾ ഇല്ലെങ്കിലും വേറൊരു ലെയർ ഉണ്ട്, അതിന് പെലിക്കിൾ എന്ന് പറയും. ഇങ്ങനെയാണ് യൂഗ്ലീനയെ കാണപ്പെടുന്നത്. ഇനി ദേ ഹാവ് 2 ഫ്ലജല്ല. ഡൈനോഫ്ലജല്ലയ്ക്കുള്ള പോലെ ഇതിനും 2 ഫ്ലജല്ലയുണ്ട്. ഒരെണ്ണം ലോങ് ആയിട്ടുള്ളതും ഒരു ഷോർട്ട് ആയിട്ടുള്ളതും. അപ്പൊ അതിന്റെ ഒരു ഭാഗത്ത് ഒരു ഗ്രൂവ് പോലെയുണ്ട്, ഒരു ഓപ്പണിംഗ് ആയിട്ട് കുഴിഞ്ഞ് ഒരു ഗ്രൂവ് ഉണ്ട്. ആ ഭാഗത്ത് നിന്നാണ് ഈ ഫ്ലജല്ല സ്റ്റാർട്ട് ചെയ്യുന്നത്. ഒരെണ്ണം നീളം കൂടിയതായിരിക്കും, ഒരെണ്ണം ആ ഗ്രൂവിൽ തന്നെ നിൽക്കുന്ന ചെറിയ ഒരെണ്ണം കൂടി ഉണ്ടാവും. അങ്ങനെ 2 ഫ്ലജല്ല അതിനുണ്ടായിരിക്കും. ഇൻ പ്രസൻസ് ഓഫ് സൺലൈറ്റ് ദേ ആർ ഫോട്ടോസിന്തറ്റിക്. ഫോട്ടോസിന്തറ്റിക് എന്ന് പറയുമ്പോൾ തന്നെ അറിയാം അതിനകത്ത് ക്ലോറോഫിൽ പിഗ്മെന്റ് ഉണ്ടെന്നുള്ളത്. അപ്പോൾ ദ ക്ലോറോഫിൽ പിഗ്മെന്റ് പ്രസന്റ് ഇൻ യൂഗ്ലിനോയിഡ്സ് ആർ ദ സെയിം ആസ് ദോസ് പ്രസന്റ് ഇൻ ഹയർ പ്ലാന്റ്സ്. ആ ഹയർ പ്ലാന്റ്സിലുള്ള ക്ലോറോഫിൽ എങ്ങനെയാണോ അതുപോലത്തെ തന്നെ ക്ലോറോഫിൽ ആണ് ഇതിനും ഉള്ളത്. ബട്ട് ഇൻ ദ ആബ്സെൻസ് ഓഫ് സൺലൈറ്റ് ദേ ബിഹേവ് ആസ് ഹെറ്ററോട്രോഫ്സ് ബൈ പ്രിഡേറ്റിംഗ് ഓൺ അതർ സ്മോൾ ഓർഗാനിസംസ്. അതായത് സൺലൈറ്റിന്റെ ആബ്സെൻസിൽ അതൊരു ഹെറ്ററോട്രോഫ് പോലെ ബിഹേവ് ചെയ്യുന്നു. ഒരു ഹെറ്ററോട്രോഫ് എങ്ങനെയാണോ ഫുഡ് എടുക്കുന്നത് അതുപോലെ അത് മറ്റ് ചെറിയ ഓർഗാനിസത്തെ പിടിച്ചു തിന്നുന്നു. എന്ന് പറഞ്ഞാൽ ഈ ഗ്രൂവിലൂടെ വരുന്ന ചെറിയ ചെറിയ ജീവികളൊക്കെ ഉണ്ടാവും, അതിനെ അത് സൺലൈറ്റ് ഇല്ലാത്തപ്പോ അത് ആഹാരമാക്കുന്നു. അപ്പോൾ 2 തരത്തിലും ജീവിക്കുന്ന ഒന്നാണ് യൂഗ്ലിന എന്ന് പറയുന്നത്. ഇപ്പോൾ യൂഗ്ലീനയുടെ ഒരു ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ ആണത്. ചിലപ്പോൾ യൂഗ്ലീനയുടെ ഒരു ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ, യുണീക്ക് ഫീച്ചർ എഴുതാൻ പറഞ്ഞ് ചോദിക്കും. അപ്പോൾ അതിന്റെ ഒരു യുണീക്ക് ഫീച്ചർ ആണ് സോളാർ ലൈറ്റിന്റെ പ്രസൻസിൽ അത് ഫോട്ടോസിന്തറ്റിക് ആകുന്നു. ബട്ട് ഇൻ ദ ആബ്സെൻസ് ഓഫ് സൺലൈറ്റ് ദേ ബിഹേവ് ആസ് ഹെറ്ററോട്രോഫ്സ് ബൈ പ്രിഡേറ്റിംഗ് സ്മോൾ ഓർഗാനിസംസ്. അതിന് എക്സാമ്പിൾ യൂഗ്ലീന. ഇത്രയുമാണ് ഇതിന്റെ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. പ്രൊട്ടിസ്റ്റയില് അടുത്ത ഗ്രൂപ്പ് എന്ന് പറയുന്നത് സ്ലൈം മോൾസ്. ഇനി എന്താണ് സ്ലൈം മോൾസിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്? ദേ ആർ ദ സാപ്രോഫൈറ്റിക് പ്രോട്ടിസ്റ്റൻ. പ്രൊട്ടിസ്റ്റയിലുള്ള ഏക സാപ്രോഫൈറ്റ് ഗ്രൂപ്പാണ്. സാപ്രോഫൈറ്റ് എന്ന് പറയുന്നത് എന്താണ്? ലിവിങ് ഓൺ നോൺ ലിവിങ് ഓർഗാനിസംസ്. ജീവനില്ലാത്തവയിൽ വസിക്കുന്നതാണ് സാപ്രോഫൈറ്റ് എന്ന് പറയുന്നത്. അപ്പൊ പ്രൊട്ടിസ്റ്റയിലുള്ള ഒരു സാപ്രോഫൈറ്റിക് മെമ്പറാണ് സ്ലൈം മോൾസ് എന്ന് പറയുന്നത്. ഇനി അത് എവിടെയാണ് കാണുന്നത്? ദേ ആർ ഫൗണ്ട് ഇൻ ദി സോയിൽ, ലോൺസ് ആൻഡ് ഡീക്കേയിങ് ട്വിഗ്സ്, അല്ലെങ്കിൽ ഡെസിഡുവസ് ട്വിഗ്സ്, വീണ് കിടക്കുന്ന മരത്തടികളിലൊക്കെ ആയിട്ട് വസിക്കുന്നതാണ് സ്ലൈം മോൾസ് എന്ന് പറയുന്നത്. In favorable conditions, they form an aggregation and spread over a large area. They are known as plasmodium. അപ്പോൾ നല്ല കാലാവസ്ഥ വരുമ്പോൾ അത് പെട്ടെന്ന് തന്നെ അഗ്രിഗേറ്റ് ചെയ്ത് എല്ലാം കൂടി കൂടിച്ചേർന്ന് ഒരു വൈഡ് ഏരിയയിൽ അത് ഒന്നിച്ചു കൂടി കാണപ്പെടുന്നു. അങ്ങനെ കാണുമ്പോൾ അതിന് പറയുന്ന പേരാണ് പ്ലാസ്മോഡിയം എന്ന് പറയുന്നത്. അപ്പോൾ കുറേ സ്ലൈമോൾസ് അവിടെ ഇവിടെയൊക്കെ ഉണ്ടെങ്കിൽ അത് നല്ല കാലാവസ്ഥ വരുമ്പോൾ അത് പെട്ടെന്ന് പെറ്റുപെരുകി പെട്ടെന്ന് അത് മൾട്ടിപ്ലൈ ചെയ്ത് ഒരു ഏരിയ മുഴുവനായിട്ട് നിറയുന്നു. അപ്പോഴാണ് അതിനെ പ്ലാസ്മോഡിയം എന്ന് വിളിക്കുന്നത്. മനസ്സിലായല്ലോ? ഇനി അണ്ടർ അൺഫേവറബിൾ കണ്ടീഷൻസ്, ഒരു മോശമായിട്ട് കാലാവസ്ഥ വരികയാണെങ്കിൽ ദേ ഫോം ഫ്രൂട്ടിംഗ് ബോഡീസ് വിച്ച് ബെയർ എ സ്പോർ അറ്റ് ഇറ്റ്സ് ടിപ്പ്. അപ്പോൾ സ്ലൈം മോൾസ് ഇങ്ങനെ അഗ്രിഗേറ്റ് ചെയ്ത് ഒരുപാടെണ്ണമായിട്ട് കാണുമ്പോഴാണ്, നമ്മൾ ഒരു ഏരിയ മുഴുവനായിട്ട് വരുമ്പോഴാണ് അതിനെ പ്ലാസ്മോഡിയം എന്ന് പറയുന്നത്. അത് ഫേവറബിൾ കണ്ടീഷനിൽ. അൺഫേവറബിൾ സീസണിലാണെങ്കിലോ ഇത് ഓരോന്നും ഫ്രൂട്ടിംഗ് ബോഡി ആകുന്നു എന്ന് പറഞ്ഞാൽ അതൊരു പ്രത്യേക ഷേപ്പില് ആയി വന്നിട്ട് അതില് ഒരു സ്പോർ അതിന്റെ ടിപ്പ് ഭാഗത്തുണ്ടാവും. ഇങ്ങനെ വന്നിട്ട് സ്പോർ ഉണ്ടാവുന്നു. അപ്പോൾ ഇതിനകത്തുള്ള കണ്ടന്റ് എല്ലാം അത് ഈ സ്പോറിലേക്ക് ആക്കുന്നു. അതിന്റെ ബോഡിക്കകത്തുള്ള ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ഒരു സ്പോറാക്കി അത് സ്പോറിനകത്തായിട്ട് വരും. എന്നിട്ട് പിന്നീട് ഈ സ്പോർ ലിബറേറ്റഡ് ബൈ എയർ കറന്റ്, അതായത് കാറ്റത്ത് ഇത് പറന്ന് എവിടെയെങ്കിലുമൊക്കെ പോയി വീഴുന്നു. ഈ സ്പോറിനെ പൊതിഞ്ഞ് ഒരു തിക്ക് വോളുണ്ട്. ആ തിക്ക് വോൾ ഉള്ളത് കൊണ്ട് ദേ ആർ ഹൈലി റെസിസ്റ്റന്റ് ആൻഡ് സർവൈവ് ഫോർ മെനി ഇയേഴ്സ്. എത്ര കാലം വേണമെങ്കിലും അതിനങ്ങനെ സർവൈവ് ചെയ്ത് ഇരിക്കാനും കഴിയും.
അങ്ങനെ അതാണ് അതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഇൻ ഫേവറബിൾ കണ്ടീഷൻസ് റിട്ടേൺ, ഫേവറബിൾ കണ്ടീഷൻസ് തിരിച്ചു വരുമ്പോൾ ദേ കം ഔട്ട് ഓഫ് ദി സ്പോർ, അത് സ്പോറിനകത്ത് നിന്ന് പുറത്തു വരുന്നു. മനസ്സിലായോ? അപ്പൊ സ്ലൈം മോൾസിനകത്ത് നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് അറിയാനുള്ള 2 കാര്യങ്ങളാണ്. ഒന്ന്, സ്ലൈം മോൾസ് എന്ന് പറയുന്നത് സാപ്രോഫൈറ്റിക് പ്രോട്ടീൻ. രണ്ടാമത്തെ കാര്യം, അത് ഫേവറബിൾ കണ്ടീഷൻ വരുമ്പോൾ അത് അഗ്രിഗേറ്റ് ചെയ്ത് പ്ലാസ്മോഡിയം ഉണ്ടാകുന്നു. ആ പേര് അറിഞ്ഞിരിക്കണം. അത് സ്ലൈം മോൾസ് കൂടി ചേർന്നുണ്ടാകുന്നതാണ് പ്ലാസ്മോഡിയം എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? അപ്പോൾ അടുത്ത ഗ്രൂപ്പ് എന്ന് പറയുന്നത് പ്രോട്ടോസോവൻസ്. പ്രോട്ടോസോവൻസ് എന്ന് പറഞ്ഞാൽ they are heterotrophs and live as predators or parasite. പാരസൈറ്റും ഉണ്ട്, പ്രിഡേറ്റർ ആയിട്ടുള്ളതും ഉണ്ട്. അതായത് ഹോളോസോയിക് ന്യൂട്രീഷൻ അങ്ങനെയുള്ളതും അതുപോലെ പാരസൈറ്റ് ആയിട്ടുള്ളത്. പാരസൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ജീവനുള്ളവയിൽ വസിക്കുന്നത്. അപ്പൊ വേറെ ജീവികളിൽ വസിക്കുന്നതും ഉണ്ട്. അങ്ങനെ they are heterotrophs and live as predators or parasite. ഇനി അതിന്റെ വേറൊരു പ്രത്യേകത, they lack a cell wall. അതിന് സെൽ വോൾ ഇല്ല. സെൽ വോൾ ഇല്ലാത്ത കൂട്ടരാണ്. ഇനി they are believed to be the primitive relatives of animals. അതായത് ആനിമൽസിന്റെ പ്രിമിറ്റീവ് റിലേറ്റീവ്സ് ആയിട്ട് പറയുന്നു. എന്തുകൊണ്ടാണ്? അതിന് ആനിമൽസിന്റെ ക്യാരക്ടറാണ് അതിനെല്ലാം ഉള്ളത്. ആദ്യം അത് ആനിമൽ കിങ്ഡത്തിലായിരുന്നു. ഇപ്പോൾ 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ വന്നപ്പോൾ യൂണിസെല്ലുലാർ എന്ന ഒറ്റ കാരണത്താൽ അതിനെ കിങ്ഡം പ്രൊട്ടിസ്റ്റയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആൻഡ് ദേ ആർ ക്ലാസിഫൈഡ് ഇൻടു 4. പ്രോട്ടോസോവനെ 4 ആയിട്ട് തിരിച്ചിരിക്കുന്നു. അമീബോയിഡ് പ്രോട്ടോസോവൻസ്, ഫ്ലജല്ലേറ്റഡ് പ്രോട്ടോസോവൻസ്, സീലിയേറ്റഡ് പ്രോട്ടോസോവൻസ് ആൻഡ് സ്പോറോസോവൻസ്. ഇങ്ങനെ 4 കാറ്റഗറി ആയിട്ട് പ്രോട്ടോസോവനെ വീണ്ടും തിരിച്ചിരിക്കുന്നു. അമീബോയിഡ് പ്രോട്ടോസോവൻസ് they are aquatic, ഫ്രഷ് വാട്ടറിലും മറൈൻ വാട്ടറിലും മോയിസ്റ്റ് സോയിലിലും ഒക്കെ കാണാറുണ്ട്. അപ്പോൾ they are aquatic. ഇനി അതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് they move with the help of pseudopodia. നിങ്ങൾ കേട്ടിട്ടുണ്ടാകും അമീബക്ക് പ്രത്യേകിച്ച് ഷേപ്പ് ഒന്നുമില്ലെന്നല്ലേ? അത് ഏതെങ്കിലും ഷേപ്പ് ആകുന്നു. എന്തുകൊണ്ടാണ്? അമീബ സഞ്ചരിക്കുന്നത്, ഇതിപ്പോ ഒരു സെല്ലാണെങ്കിൽ അമീബക്ക് അങ്ങോട്ട് പോകണമെങ്കിൽ അതിന്റെ ബോഡിയിലുള്ള ഈ ബോഡി മാസ് എല്ലാം കൂടി അതിങ്ങോട്ട് ഉന്തിക്കൊണ്ടുവരുന്നു. അപ്പോൾ ഈ ഭാഗം ഇങ്ങനെ കുറഞ്ഞു വരുന്നു. കണ്ടോ? അപ്പൊ ഇവിടെ ഇരുന്നിരുന്നത് ഇപ്പൊ അവിടം വരെ എത്തിയില്ലേ? അതിങ്ങനെ ആ വശത്തേക്ക് ഇങ്ങോട്ടാണ് പോകണമെങ്കിൽ അത് ഈ ഭാഗത്തേക്ക് ഉന്തിക്കൊണ്ടുവരുന്നു. ഇങ്ങനെയാണ് അത് മൂവ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് അതിന് നമ്മൾ നോക്കുമ്പോൾ അതിന് പ്രത്യേകിച്ച് ഷേപ്പ് ഒന്നുമില്ല. എങ്ങോട്ടെങ്കിലും ഒക്കെ ഇങ്ങനെ പ്രൊജക്ട് ചെയ്ത് നിൽക്കും. മനസ്സിലായോ? അപ്പൊ അതിന്റെ ഉള്ളിലുള്ള മാസൊക്കെ കൂടി അത് ആ വശത്തേക്ക് നീക്കുന്നു. അങ്ങനെയാണ് അമീബ മൂവ് ചെയ്യുന്നത്. അപ്പോ they move and catch the prey with the help of pseudopodia. catch the prey, ഇര പിടിക്കുന്നതും pseudopodia ഉപയോഗിച്ചിട്ടാണ്. pseudopodia ഉപയോഗിച്ച് ഇര പിടിക്കുന്നത് എങ്ങനെയാണ്? ഇതാണ് അമീബയെങ്കിൽ ഇവിടെയാണ് ഒരു ഫുഡ് ഇരിക്കുന്നതെങ്കിൽ അതിന് വേണ്ടുന്ന ഒരു ഫുഡ് അവിടെ ഉണ്ടെങ്കിൽ അതെന്ത് ചെയ്യും? ഇതിന്റെ 2 സൈഡിലേക്കും അതിന്റെ സീഡോപോഡിയ 2 ഭാഗത്തേക്കും അതിങ്ങനെ നീട്ടിക്കൊണ്ടുവരുന്നു. മനസ്സിലായോ? അങ്ങനെ 2 ഭാഗത്തേക്കും കൊണ്ടുവന്നിട്ട് അത് പിന്നീട് ഇതിങ്ങനെ വളഞ്ഞു വന്ന് ഇതിങ്ങോട്ട് രണ്ടും കൂടി മുട്ടുന്നു. ഇതിനകത്താകുന്നു. അകത്തായി കഴിയുമ്പോൾ അതങ്ങ് അബ്സോർബ് ചെയ്തെടുക്കുന്നു. മനസ്സിലായോ? അങ്ങനെയാണ് അത് പ്രയെ പിടിക്കുന്നത്. അപ്പോൾ സീഡോപോഡിയ എന്ന് പറയുന്നത് അതിന് മൂവ് ചെയ്യാനും പിടിക്കാനും സഹായിക്കുന്നതാണ്. സീഡോപോഡിയ അല്ലെങ്കിൽ ഫാൾസ് ഫുഡ് എന്ന് പറയും. ഫാൾസ് ഫുഡ് എന്ന് പറഞ്ഞാൽ കപടവാദം. അമീബ ഫ്രഷ് വാട്ടറിലും അതുപോലെ മറൈൻ വാട്ടറിലും കാണുന്നു എന്ന് പറഞ്ഞു. മറൈൻ ഫോംസ് ഹാവ് എ സിലിക്ക ഓൺ ദെയർ വോൾസ്. അതിന്റെ വോളില് സിലിക്ക ഉണ്ടായിരിക്കും. മറൈൻ ആയിട്ടുള്ളതിന് അതിന്റെ വോൾ മീൻസ് അതിന് സെൽ വോൾ ഇല്ല, പകരം അതിന് സെൽ മെമ്പറൈൻ ആണുള്ളത്. അപ്പൊ സെൽ മെമ്പറൈൻ്റെ പുറത്ത് സിലിക്ക കൂടി ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ടാകും മറൈൻ ഫോംസില്. ഇതിനകത്ത് എക്സാമ്പിൾ ആയിട്ട് വരുന്നത് അമീബ ആൻഡ് എൻഡമീബ. ഈ എൻഡമീബ എന്ന് പറയുന്നത് ഒരു പാത്തോജനിക് ഓർഗാനിസം ആണ്. ദേ കോസ് ഡിസീസസ്. അമീബിയാസിസ് എന്ന് പറയുന്ന രോഗമുണ്ടാക്കുന്നതാണ് എൻഡമീബ എന്ന് പറയുന്നത്. ഇനി അടുത്തത് ഫ്ലജല്ലേറ്റഡ് പ്രോട്ടോസോവൻ. ഫ്ലജല്ലേറ്റഡ് പ്രോട്ടോസോവന് പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം അതിന് ഫ്ലജല്ല ഉണ്ട്. ദേ ആർ പാരസൈറ്റിക് ഓർ ഫ്രീ ലിവിങ്. ഫ്രീ ലിവിങ് ആയിട്ടുള്ളതും ഉണ്ട്,
പാരസൈറ്റിക് എന്ന് പറഞ്ഞാൽ വേറെ ജീവനുള്ളവയിൽ വസിക്കുന്നു. അങ്ങനെ പാരസൈറ്റിക് ആയിട്ടുള്ളതും ഉണ്ട്, ഫ്രീ ലിവിങ് ആയിട്ടുള്ളതും ഉണ്ട്. ഇനി അതിന് എക്സാമ്പിൾ ആണ് ട്രിപ്പനോസോമ എന്ന് പറയുന്നത്. ദ കോസ് ആഫ്രിക്കൻ സ്ലീപ്പിംഗ് സിക്നസ് എന്ന് പറയുന്ന ഒരു ഡിസീസ് ഉണ്ടാക്കുന്നു. ഇത് ആഫ്രിക്കയിലാണ് കാണുന്നത്, അതുകൊണ്ടാണ് ആഫ്രിക്കൻ സ്ലീപ്പിംഗ് സിക്നസ് എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? ഇനി നമുക്ക് അടുത്തതായിട്ട് പഠിക്കാനുള്ളത് സീലിയേറ്റഡ് പ്രോട്ടോസോവൻ. സീലിയേറ്റഡ് പ്രോട്ടോസോവന് എക്സാമ്പിള് പാരമീസിയം. പാരമീസിയം എന്ന് പറയുന്നത് നിങ്ങൾ ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ടാകും. സ്ലിപ്പർ ആനിമൽ ക്യൂൾ എന്നാണ് അത് അറിയപ്പെടുന്നത്. സ്ലിപ്പറിന്റെ ഷേപ്പാണ്, അതുകൊണ്ടാണ് സ്ലിപ്പർ ആനിമൽ ക്യൂൾ എന്ന് പറയുന്നത്. സീലിയേറ്റഡ് പ്രോട്ടോസോവൻ എന്ന് പറയുമ്പോൾ തന്നെ അറിയാം അതിന്റെ ബോഡിയിൽ സീലിയ ഉണ്ട്. സീലിയയാണ് അതിന്റെ ലോക്കോമോട്ടറി ഓർഗൻ എന്ന് പറയുന്നത്. സീലിയ. ഇനി സീലിയ, ഫ്ലജല്ല. അപ്പൊ ചിലതിലൊക്കെ നമ്മൾ ഫ്ലജല്ല എന്ന് കണ്ടു, ഇവിടെ സീലിയ എന്ന് കണ്ടു. എന്താണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം? ഫ്ലജല്ല എന്ന് പറയുന്നത് കുറച്ച് നീളമുള്ളതായിരിക്കും, അത് എണ്ണം വളരെ കുറവായിരിക്കും, 1 or 2. മനസ്സിലായോ? സീലിയ അങ്ങനെയല്ല. സീലിയ എന്ന് പറയുന്നത് ചെറിയ ബ്രിസിൽ ലൈക്ക്, വളരെ ചെറിയ നാര് പോലെയുള്ളതാണ് സീലിയ എന്ന് പറയുന്നത്. അത് ബോഡി മുഴുവൻ ഉണ്ടായിരിക്കും. അപ്പോൾ ഈ സ്ലിപ്പർ ആനിമൽ ക്യൂളിന്റെ ഇതിന്റെ ബോഡി മുഴുവൻ ഇങ്ങനെ സീലിയ ചെറിയ ചെറിയ നാല് പോലത്തെയാണ്, അതിങ്ങനെ നിറഞ്ഞ് ഫുള്ളുണ്ടായിരിക്കും. അപ്പോൾ സീലിയയാണ് അതിന്റെ ലോക്കോമോട്ടറി ഓർഗൻ, അല്ലെങ്കിൽ അത് മൂവ് ചെയ്യാൻ സഹായിക്കുന്നത്. Because of the presence of thousands of cilia, they are actively moving. ഒരുപാട് സീലിയ ഉണ്ട് അല്ലേ, എൻ്റെ ബോഡി മുഴുവൻ കംപ്ലീറ്റ് ആയിട്ട് ചുറ്റിയിട്ടുണ്ട്. അപ്പോൾ ബിക്കോസ് ഓഫ് ദ പ്രസൻസ് ഓഫ് തൗസൻഡ്സ് ഓഫ് സീലിയ, ഇത്രയും സീലിയ ഉള്ളത് കൊണ്ട് ദേ ആർ ആക്റ്റീവ്ലി മൂവിങ്, അതിന് നല്ലപോലെ മൂവ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി എങ്ങനെയാണ് അത് മൂവ് ചെയ്യുന്നത്? ദേ ആർ മൂവിങ് ലൈക്ക് റോവിങ് ഫാഷൻ. സീലിയ എങ്ങനെയാണ് മൂവ് ചെയ്യുന്നത്? നിങ്ങൾ നോക്കിയാൽ നമ്മൾ വഞ്ചി അല്ലെ, തോണിയിലൊക്കെ തുഴഞ്ഞു പോകുമ്പോൾ അതിന്റെ തുഴ എങ്ങനെയാണ് ഇടുന്നത്? ഇങ്ങനെ മുമ്പോട്ടിട്ടിട്ട് പുറകോട്ടാക്കും, അങ്ങനെയല്ലേ ചെയ്യുന്നത്. അപ്പോഴാണ് തോണി മുമ്പിലോട്ട് പോകുന്നത് അല്ലെ. അതുപോലെ ഈ സീലിയ എല്ലാം കൂടി ഒരുമിച്ച് ഇത് അങ്ങോട്ടാക്കും. മനസ്സിലായ? അങ്ങോട്ടാക്കിയിട്ട് പെട്ടെന്ന് അതെല്ലാം കൂടി താഴോട്ടാക്കും. അപ്പോൾ ബോഡി മൂവ് ചെയ്യുന്നു മുന്നോട്ട്. മനസ്സിലായോ? അപ്പോൾ ഞാൻ ഇവിടെ വരച്ചിരിക്കുന്ന താഴോട്ടാണ്. ഇതെല്ലാം കൂടി ഇങ്ങനെ മുകളിലോട്ടാക്കിയിട്ട് പെട്ടെന്ന് അതെല്ലാം കൂടി താഴോട്ടാക്കുമ്പോൾ ഇത് മുമ്പിലോട്ട് നീങ്ങുന്നു. നമ്മൾ തോണി തുഴയുന്നത് കണ്ടിട്ടില്ലേ? ഇങ്ങനെയല്ലേ തുഴയുന്നേ? അതുപോലെ മുമ്പിലോട്ട് ഇങ്ങനെ ആക്കിയിട്ട് പെട്ടെന്ന് ഇങ്ങനെ പുറകോട്ടാക്കുമ്പോൾ ബോഡി മുമ്പോട്ട് പോകുന്നു. അങ്ങനെയാണ് പാരമീസിയം മുമ്പോട്ട് പോകുന്നത്. പാരമീസിയത്തില് ഒരു ചെറിയ ഗ്രൂവ് പോലെ ഉണ്ടായിരിക്കും. ആ ഗ്രൂവിന് പെരിസ്റ്റോം എന്ന് പറയും. ആ പെരിസ്റ്റോം, ഇതാണ് ഒരു ചെറിയ ഗ്രൂവ് പോലെ ഉണ്ടാവും എന്ന് പറയുന്നത്. അത് പെരിസ്റ്റോം വിച്ച് ലീഡ്സ് ഇൻ ടു എ കാവിറ്റി കോൾഡ് ഗള്ളറ്റ്. ഒരു ഗള്ളറ്റ് എന്ന് പറയുന്ന കാവിറ്റിയിലോട്ട് വരും. ആ കാവിറ്റി ഓപ്പൺസ് ടു ദി ഔട്ടർ സർഫസ് ഓഫ് ദ ബോഡി. ബോഡിയുടെ പുറത്തേക്ക് തുറക്കുന്നതാണ് ഈ ഗള്ളറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇതാണ് ഗള്ളറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഗ്രൂവ് ഉണ്ട്, ഇതിനെ പെരിസ്റ്റോം എന്ന് പറയും. ആ പെരിസ്റ്റോമില് അത് ഒരു കാവിറ്റിയിലൊക്കെ എത്തുന്നു. ആ കാവിറ്റിക്കാണ് ഗള്ളറ്റ് എന്ന് പറയുന്നത്. അത് പുറത്തേക്ക് ഓപ്പൺ ചെയ്യുന്നു, ഔട്ട്സൈഡിലേക്ക് ഓപ്പൺ ചെയ്യുന്നു. ദ കോർഡിനേറ്റഡ് മൂവ്മെന്റ് ഓഫ് സീലിയ ഹെൽപ്സ് ടു enter the food molecule along with water into the ഗള്ളറ്റ്. കോർഡിനേറ്റഡ് മൂവ്മെന്റ് എന്ന് പറഞ്ഞാൽ എല്ലാവരും കൂടി ഒരുമിച്ചാണ് മൂവ് ചെയ്യുന്നത്. അങ്ങനെ കോർഡിനേറ്റഡ് മൂവ്മെന്റ് ഓഫ് സീലിയ ഹെൽപ്സ് ടു എൻറ്റർ ദ ഫുഡ് മോളിക്യൂൾ അലോങ് വിത്ത് വാട്ടർ ഇൻ ടു ദി ഗള്ളറ്റ്. ആ ഗള്ളറ്റിലേക്ക് ഫുഡ് മോളിക്യൂൾ വാട്ടറിനോടൊപ്പം കടന്നു കയറുന്നു. അപ്പോൾ വെള്ളത്തിൽ കൂടി ഇതിങ്ങനെ പോകുമ്പോൾ ആ വെള്ളത്തിനോടൊപ്പം എന്തെങ്കിലും മറ്റ് ജീവജാലങ്ങളും കൂടി ഇതിനകത്തോട്ട് കയറുന്നു. അങ്ങനെയാണത് പാരമീസിയം ഇരപിടിക്കുന്നത്. അതായത് മൗത്ത് പോലുള്ള ഒരു ഭാഗമുണ്ട്, അതിൽ കൂടിയാണ് ഇത് കയറിപ്പോകുന്നേന്ന്. മനസ്സിലായോ? അപ്പോൾ അവിടെ ഹോളോസോയിക് ന്യൂട്രീഷൻ ആണ്, ആഹാരം ഉള്ളിലേക്ക് എടുത്തിട്ടാണ് അബ്സോർബ് ചെയ്യുന്നത്. എങ്ങനെയാണ് പാരമീസിയത്തിൽ അത് അതിന്റെ പ്രേയെ കിട്ടുന്നത്? അപ്പോൾ ഇരപിടിക്കാനും അതിന് മൂവ് ചെയ്യാനും സഹായിക്കുന്നത് ഇവിടെ സീലിയ ആണ്. അടുത്തതായിട്ട് നമുക്കുള്ളത് സ്പോറോസോവൻസ്. പ്രോട്ടോസോവനിലെ ലാസ്റ്റ് ഐറ്റം എന്ന് പറയുന്നത് സ്പോറോസോവൻസ്. ഇറ്റ് ഇൻക്ലൂഡ്സ് എ ഡൈവേഴ്സ് ടൈപ്പ് ഓഫ് ഓർഗാനിസംസ്. പലതരത്തിലുള്ള ഓർഗാനിസം അതിനകത്തുണ്ട്. ആൻഡ് ഹാവ് എ സ്പോർ ലൈക്ക് സ്റ്റേജ് ഇൻ ദെയർ ലൈഫ് സൈക്കിൾ. അതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്
അതിനകത്ത് അതിൻ്റെ ലൈഫ് സൈക്കിളിൽ എവിടെയെങ്കിലുമൊക്കെ അതൊരു സ്പോർ ഉണ്ടാക്കുന്നു. അത്രയും നമുക്ക് അതിനെക്കുറിച്ച് പഠിക്കാനുള്ളൂ. അപ്പോൾ അതിൻ്റെ ലൈഫ് സൈക്കിളിൽ ഒരു സ്പോർ ഉണ്ടായിരിക്കും. അതുകൊണ്ടാണ് അതിനെ സ്പോറോസോവൻസ് എന്ന് പറയുന്നത്. നമുക്ക് അതിൽ എക്സാമ്പിൾ പഠിക്കാനുള്ളത് പ്ലാസ്മോഡിയം എന്ന് പറയും. അതായത് ഒരു പാരസൈറ്റ് ആണ്, മലേറിയൽ പാരസൈറ്റ് എന്ന് പറയാൻ കാരണം ദേ കോസ് ദ ഡിസീസ് മലേറിയ. മലേറിയ എന്ന് പറയുന്ന രോഗമുണ്ടാക്കുന്ന ഒരു പാരസൈറ്റ് ആണ് പ്ലാസ്മോഡിയം എന്ന് പറയുന്നത്. അപ്പോൾ പ്ലാസ്മോഡിയം, നമുക്ക് സ്പോറോസോവൻസിന് എക്സാമ്പിൾ പഠിക്കാനുള്ളത് പ്ലാസ്മോഡിയം ആണ്, മലേറിയൽ പാരസൈറ്റ് കോസിങ് മലേറിയ ഇൻ ഹ്യൂമൻ ബീയിങ്സ്. അപ്പോൾ മലേറിയ എന്ന രോഗമുണ്ടാക്കുന്നത് ഈ സ്പോറോസോവനിൽപ്പെട്ട പ്ലാസ്മോഡിയം എന്ന ജീവിയാണ് മലേറിയ ഉണ്ടാക്കുന്നത്. ഇനി പ്ലാസ്മോഡിയം, ഇവിടെ ഞാനൊരു പ്ലാസ്മോഡിയം പറഞ്ഞു, നേരത്തെ വേറൊരു പ്ലാസ്മോഡിയം കൂടി പറഞ്ഞു. നിങ്ങൾ ആരെങ്കിലും ഓർക്കുന്നുണ്ടോ? ഒരു പ്ലാസ്മോഡിയം ഞാൻ ഇതിനു മുമ്പ് കൂടി പറഞ്ഞിരുന്നു. അപ്പോൾ എവിടെയായിരുന്നു? സ്ലൈം മോൾസിൽ ഒരു പ്ലാസ്മോഡിയം പറഞ്ഞിരുന്നു. ഈ പ്ലാസ്മോഡിയവും ആ പ്ലാസ്മോഡിയവും രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. ഇവിടെ പ്ലാസ്മോഡിയം എന്ന് പറയുന്നത് ഒരു ഓർഗനിസമാണ്. മലേറിയ എന്ന രോഗമുണ്ടാക്കുന്ന ഒരു ഓർഗനിസമാണ് ഇവിടെ പ്ലാസ്മോഡിയം എന്ന് പറയുന്നത്. സ്ലൈം മോഡിൽ നമ്മൾ പ്ലാസ്മോഡിയം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ കണ്ടീഷൻ, അതൊരു അവസ്ഥയായിരുന്നു. അവിടെ ഓർഗനിസം എന്ന് പറയുന്നത് സ്ലൈം മോൾഡാണ്. ആ സ്ലൈം മോൾഡ് അഗ്രിഗേറ്റ് ചെയ്ത് ഒരുപാടെണ്ണം ആയിരിക്കുന്ന ആ അവസ്ഥയ്ക്ക് നമ്മൾ പറയുന്ന പേരാണ് പ്ലാസ്മോഡിയം. രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് മനസ്സിലായല്ലോ. അപ്പൊ രണ്ട് പ്ലാസ്മോഡിയം നമ്മൾ പഠിക്കുന്നുണ്ട്. ഒന്ന് ശരിക്കുള്ള ഒരു ഓർഗനിസം, മറ്റത് എ കണ്ടീഷൻ. ഇപ്പൊ മനസ്സിലായല്ലോ. അപ്പോ കിങ്ഡം പ്രോട്ടിസ്റ്റ മുഴുവൻ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. യൂക്കാരിയോട്ടിക് യൂണിസെല്ലുലാർ ഓർഗനിസം ആണ് കിങ്ഡം പ്രോട്ടിസ്റ്റയിലുള്ളത്. ദേ ആർ അക്വാട്ടിക് ആൻഡ് യൂണിസെല്ലുലാർ ആൻഡ് ദേ ആർ ഫോട്ടോസിന്തറ്റിക് ഉണ്ട്, ഹെറ്ററോട്രോപ്സ് ഉണ്ട്, ഹോളോസോയിക് ഉണ്ട്, എല്ലാ തരത്തിലുള്ളതും അതിനകത്തുണ്ട്. സം ഹാവ് സെൽ വോൾ, സം ലാക്ക് സെൽ വോൾ. ചിലതിൽ സെൽ വോൾ ഉണ്ട്, ചിലതിൽ സെൽ വോൾ ഇല്ല. ഇങ്ങനെ പ്രോട്ടിസ്റ്റയില് സെൽ വോൾ ഉള്ളതുകൊണ്ട് സെൽ വോൾ ഇല്ലാത്തതുമുണ്ട്. പ്രോട്ടിസ്റ്റയെ നമ്മൾ 5 ഗ്രൂപ്പായിട്ട് തിരിച്ചിട്ടുണ്ട്. ക്രൈസോഫൈറ്റ്സ്, ഡൈനോഫ്ലജല്ലേറ്റ്സ്, യൂഗ്ലിനോയിഡ്സ്, സ്ലൈം മോൾസ് ആൻഡ് പ്രോട്ടോസോവൻ. അപ്പോൾ ഇതിന്റെ എല്ലാത്തിന്റെയും കൂടി ക്യാരക്ടേഴ്സ് കോർഡിനേറ്റ് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകും എന്ന് കരുതുന്നു. കുറച്ച് ക്വസ്റ്റ്യൻസ് ഞാൻ തരുന്നുണ്ട്. അത് ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായോ എന്നറിയാൻ വേണ്ടി മാത്രമാണ്. അപ്പോൾ എല്ലാവരും അതിൻ്റെ ആൻസർ കണ്ടുപിടിക്കുമല്ലോ. വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ചെയ്യാത്തവരുണ്ടെങ്കിൽ ഉടനെ തന്നെ ചെയ്യണം കേട്ടോ. താങ്ക് യു.